കാലത്തിനും ദേശത്തിനും നേരത്തിനും അങ്ങനെ വ്യത്യസ്തമായ വഴികളിലൂടെ അഭിമാനമായ പെൺ പ്രതിഭകളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ദാ നിയാസിക്കയും മീര ചേച്ചിയും ഉണ്ട്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. മീര ചേച്ചി, നിയാസിക്ക, അപ്പോൾ നിങ്ങൾ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, ഡാൻസും പാട്ടും ഒക്കെ കേട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട്? ഞാൻ സാധാരണ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസിനെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, പിന്നെ എനിക്ക് നമ്മൾ തമ്മിലൊക്കെ മുൻപേ പരിചയവും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം വളരെ ഫ്രീ ആയിട്ട് നന്നായിട്ടുണ്ട്. മൈൻഡ് വൈസും നമ്മുടെ ബോഡി വൈസ് ഒക്കെ ഒരുപാട് നമുക്ക് പിന്നെ റിജുവിനേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. നിയാസിക്കയ്ക്ക് എപ്പോഴും ഈ ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണോ ചെയ്തിരിക്കുന്നത്? അയ്യോ എന്തെങ്കിലും പരുക്ക് പറ്റും, അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഈ ഇടിച്ച ഏതെങ്കിലും ആൾക്കാർ തിരിച്ചിടിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. ഞാൻ മഹാസമുദ്രം സിനിമ ചെയ്യുമ്പോൾ അന്ന് എൻ്റെ ഈ ലിഗമെന്റ് വലത്തേക്കാലം ലിഗമെന്റ് പോയിരിക്കും. അത് ആത്മാർത്ഥത കൂടിയിട്ടാണ്. അന്ന് പിന്നെ ഞാൻ ആ ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ലിഗമെന്റ് ഇല്ലേ ഉണ്ട്, റിപ്പയർ വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 2 ഗുണ്ടകൾ എന്നെ പിന്നെ ഇടിക്കാൻ വരുമ്പോൾ ഞാൻ കാല് ചവിട്ടി നേരെ എടുത്ത് അവരെ നെഞ്ചത്ത് ചവിട്ടുന്ന സീനായിരുന്നു. അപ്പോൾ ശശിയേട്ടൻ, മാഫിയ ശശിയേട്ടൻ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഈ ലാലേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എനിക്ക് ഒന്ന് ആന്നി ചേട്ടൻ്റെ അടുത്ത്, ആന്നി പെരുമ്പാവൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ എനിക്ക് ഈ ഒരു സീനിലൊന്ന് ചുമ്മാ ഒരൊറ്റ ഇത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി വന്നിട്ട് നമ്മുടെ ശശിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ശശിയേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിയാസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നാൽ മതി. ഓപ്പോസിറ്റ് ഇവനും ഗുണ്ടകളുടെ കൂട്ടത്തിലാണ്. അപ്പം ഞാൻ കാലെടുത്ത് ചവിട്ടുക, എനിക്ക് ഒറ്റൊന്നുമില്ല, അവർ വരുമ്പോൾ നേരെ കാലെടുത്ത് ചവിട്ടുക നിന്നിട്ട് ഞാനിങ്ങനെ കാല് ആക്ഷൻ പറയുന്നു. പിന്നെ ഞാൻ കാലിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ചവിട്ടാനായിട്ട് പോകുന്നു. എൻ്റെ കാല് തിരിഞ്ഞാണ് വന്നത്, ഇങ്ങനെ തിരിഞ്ഞാണ് വന്നത് ചെയ്യുന്നത്. ഞാനവിടെ ഇരുന്ന് പോയി. എനിക്ക് അപ്പം പിടികിട്ടി എന്താ ഇവൻ ചെയ്തെന്നറിയോ? ഇവൻ്റെ അടുത്ത് പറയുന്നത് ജസ്റ്റ് തോളിൽ ഇങ്ങനെ പിടിച്ചാൽ നിന്നാ, ഇവൻ അവിടെ നിന്നിട്ട് ഈ കാലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിരുന്നു. നമുക്ക് ആ മനസ്സിലില്ലല്ലോ, അത് ഇങ്ങനെ എടുത്ത് ഞാൻ ഇരുന്നു. പിന്നെ അത് വെച്ചിട്ട് ഞാൻ എത്രയോ നേരം ഷൂട്ട് ചെയ്തു. രാത്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ഭാഗ്യത്തിന് നെക്സ്റ്റ് ഡേ ഷെഡ്യൂള് ബ്രേക്ക് പറഞ്ഞിട്ട് ലാലേട്ടൻ കീർത്തി ചക്ര അഭിനയിക്കാൻ പോയി. ഒരു 2 മാസം 3 മാസത്തേക്ക് പിന്നെ ആ സിനിമ ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പോയി റെസ്റ്റ് ഒക്കെ എടുത്തു ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു അനുഭവം. ആത്മാർത്ഥത ഓവർ അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സംഭവമൊക്കെ ചെയ്തത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പെർഫോമേഴ്സ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് മീര ചേച്ചിക്ക് ഒരു ഡാൻസ് ഇഷ്ടമാണ്, അതുകൊണ്ട് നിയാസിക്കും ഡാൻസ് കാണാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് 2 ഡാൻസേഴ്സിന് തന്നെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ രണ്ടുപേരും? അപ്പൊ എന്തായാലും വളരെയധികം സ്നേഹത്തോടെ ഞാൻ വെൽക്കം ചെയ്യുന്നു മാളവിക ആൻഡ് നന്ദന. ഹലോ, എൻ്റെ പേര് മാളവിക. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആലുവയാണ്. ഹലോ, എൻ്റെ പേര് നന്ദന. ഞാനും ബാംഗ്ലൂരിൽ നിന്നാണ്. ഞങ്ങളുടെ ഇവിടുത്തെ വീട് ആലുവയാണ്. എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എന്നെ ഒരു 3-4 വയസ്സൊക്കെ ആയപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം ചേച്ചിയുടെ അടുത്താണ് പോയി പറയുന്നത്. ചേച്ചിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ആക്ച്വലി ഞാൻ ഐ ലുക്ക് അപ്പ് ടു ഹെർ എ ലോട്ട്. ഞങ്ങൾ റെഡ് കാർപ്പറ്റിൻ്റെ വേദിയിൽ കളിക്കാൻ പോകുന്ന ഡാൻസ് മഴ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പൊ 2 പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇവർ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ്. കാരണം എൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ്, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൻഡ് 2 കിടിലൻ ഡാൻസേഴ്സാണ് അവർ 2 പേരും. അവരുടെ കുടുംബപരമായിട്ട് എല്ലാവരും ഡാൻസേഴ്സാണ് അല്ലേ? ആ വിശേഷങ്ങളൊക്കെ പറയൂ. എൻ്റെ അമ്മൂമ്മ ഡാൻസറാണ്.
എൻ്റെ അമ്മാവനും ഡാൻസറാണ്. അമ്മൂമ്മയും അമ്മാവനുമാണ് ഗുരു. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഇവിടെ വന്നതിൽ. പിന്നെ അമൃത ചാനലിനോട് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. പിന്നെ ചേച്ചിയോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. യെസ്. അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരുള്ള ഇവർക്ക് ബാംഗ്ലൂർ സ്വന്തമായിട്ട് ഒരു ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട് അല്ലേ? മാളുവാണ് അതിന്റെ പ്രൊപ്പറേറ്റർ കം ഓണർ. അല്ല, മെയിനായിട്ട് അമ്മയാണ്. അമ്മ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പൈസ വാങ്ങിക്കുന്നവരാണ്. പൈസ വാങ്ങിക്കുന്ന ആരാണ്? അതാണ് പൈസ ആരാണ് ഇങ്ങനെ 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 മറ്റേ മേശയിലോട്ട് ഇടുന്നത്? അല്ല, എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ തന്നെ. ക്ലാസിക്കൽ ഡാൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് ഭരതനാട്യം റേവ യൂണിവേഴ്സിറ്റിയിൽ. ഇനി ഉണ്ണിമോളുടെ ആഗ്രഹം എന്താണ്? നന്ദനയ്ക്ക് വലുതായിട്ട് ഒരു ഡാൻസ് പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്യാനാണോ അതോ വേറെ? അല്ല, എനിക്കൊരു ലോയർ ആവണം. ലോയർ ആവണം. ഓ മൈ ഗോഡ്. അപ്പൊ ഡാൻസ് വിടുവോ ലോയർ ആയി കഴിയുമ്പോ? അല്ല, ഡാൻസും വേണം, പക്ഷെ ഡാൻസ് കം ലോയർ. മാളുവിന്റെ ആഗ്രഹം എന്താണ്? ഞാൻ ഓൾറെഡി ഒരു എഞ്ചിനീയർ ആണ്. എഞ്ചിനീയറിംഗ് അരമണിക്കൂർ മുമ്പ് എഞ്ചിനീയറിംഗ് എടുക്കാതെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ പെർഫോമിംഗ് ആർട്സ് ഭരതനാട്യം മെയിൻ ആയിട്ട് എടുത്തിട്ട് റേവയിൽ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ മാളുവിന്റെ അമ്മ. പൈസ എണ്ണി വാങ്ങിക്കുന്ന ആളാണ്. ഇന്ദു ചേച്ചി പറയൂ. അപ്പൊ ഇന്ദു ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവര് ഡാൻസ് കാണുക, ഡാൻസ് സ്കൂള് നന്നായിട്ട് കൊണ്ടുപോകാന്നൊക്കെ ഉള്ളത് അല്ലേ? സോ ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ ചേച്ചി ഡാൻസ് കളിക്കുവോ? ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ 36 വർഷമായിട്ട് കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഡാൻസ് ടീച്ചറായിരുന്നു. അപ്പം ഡാൻസ് ഫാമിലിയാണ് നമ്മളുടെ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഒരുപാടുണ്ട്. അതെ, അടിപൊളി. ഇനി എനിക്ക് ഞാൻ എന്റെ പ്രേക്ഷകരോട് എനിക്ക് നുണ പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരിച്ചു പോവാണ്. ഇവരുടെ കൂടെ വന്ന ആളല്ല, എന്റെ കൂടെ വന്ന ആളാണ്. അതങ്ങനെ നടക്കുന്നില്ലേ? ചിറ്റല്ലേ? ഞാൻ ഇന്നലെ പരിചയപ്പെട്ടു. എന്റെ ചിറ്റയാണ്. പക്ഷെ ഇവരുടെ കൂടെ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ വന്ന് ഇരിക്കുകയാണ്. സന്തോഷമല്ലേ? സുഖമല്ലേ? അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഉഷ ചേച്ചി. ഉഷ ചേച്ചി എന്നാണ് പേര്. ഇവരുടെ അമ്മയുടെ സിസ്റ്റർ ആണ്. ഉഷ ചേച്ചിയും ഡാൻസർ ആണ്, ഡാൻസ് ടീച്ചറാണ്, പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ എല്ലാമായിട്ടാണ് അവർ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഇവരുടെ പെർഫോമൻസ് കണ്ടു കളയാം അല്ലേ? ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾ മഹാകവി കാളിദാസൻ മാസ് എഴുതിയത് ഋതുസംഹാരം എന്ന് പറഞ്ഞ ഒരു എപ്പിക്കിൽ നിന്ന് എടുത്ത വർഷം ആണ് മെയിൻ തീം. മഴ. നമുക്ക് എന്തായാലും പെർഫോമൻസ് കാണാം. शशीकराम्भोदरमत्तकुञ्जर स्फटितपताकोशनिशब्दमर्धल समागतो राजवदुद्धतद्युतेर्घनागम कामिजनप्रियप्रिये
ധനി സ സമഗധ മനി ധനി സ മഗസനി ദ മഗസനി സ മഗധ മനി ധനി സ മഗസനി ദ മഗസനി നി സ ഗ ഗമദ മദനി നി സ ഗ മനി ധനി സ നി സ ഗ ഗമദ മദനി നി സ ഗ മനി ധനി സ സമഗധ മനി ധനി സ മഗസനി ദ മഗസനി നി സ ഗ ഗമദ മദനി നി സ ഗ മനി ധനി സ സ ഗ മഗ നി സ ഗ സ ഗമ ധനി മഗ സനി ഗമ 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 നി ധനി ഗസനി സ ഗമ ഗസനി ദ മഗ മദനി സ സ ഗ ഗ സ മഗ മ മ ദ ദ മ നി ധ നി സ സ ഗ ഗ സ മഗ മ ഗ സ സ നി നി ദ ദ മ മ ഗ സ ഗ സ നി സ നി ദ മ ഗ സ നി ദ ഗ സ നി ദ മ സ നി ദ മ ദ ഗ സ നി ദ നി ദ മ ഗ സ നി ദ മ സ നി ദ മ ഗ സ ഗ മ ദ നി മ ഗ സ ഗ സ നി സ നി ദ മ ഗ സ നി ദ ഗ സ നി ദ മ സ ഗ മ ദ നി സ बहुगुणरमणीय कामिनी चित्तहारी तरुविटपलतानां बान्धवो निर्विकार जलद समय एष प्राणिनां प्राणभूतो दिशतु तव हितानि प्रायशो वाञ्छितानि जलं जलं जल जलं जलधृक् जलं जल जल जलधिदधिं गिन्नतं जलं जलं जल जलं जलधृक् जलं जल जल जलधिदधिं गिन्नतं जलं जलं जल जलं जलधृक् जलं जल जल जलधिदधिं गिन्नतं जलं जलं जल जलं जलधृक् जलं जल जल जलधिदधिं गिन्नतं जल जलित जलधिमृत जलधिघृत तत्तंग किटतकतरिकिटतं जल जलित जलधिमृत जलधिघृत तंग किटतकतरिकिटतं ढिंग तत्तिकिटतं ढिं ढिंग रद्धिं किटतं ढिं ढिं ढिंग जल जलति ढिंग तत्तिकिटतं ढिं ढिंग रद्धिं किटतं ढिं ढिं ढिंग जल जलधिरा तजं तजं तत्तंग रद्धिं किटतं तत्त तजं तजं तत्तंग तत्तिकिटतं तत्तत्त तजं तजं तत्तंग रद्धिं किटतं धुं तटि प्रभा ढिं ढिंग जल जल जलधि धुं धुं तटि प्रभा ढिं ढिंग जल जल जलधि धुं 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 तटि प्रभा ढिं ढिंग जल जल जलधि ता तरकिटतक तरकिटतक तत्तंग रा किटतक तरकिटतं तत्त तरकिटतक तरकिटतक तत्तंग रा किटतक तरकिटतं तत्त तरकिटतक तरकिटतक तत्तंग किटतक तरकिटतं ता രണ്ടുപേരും അസലായിട്ട് ചെയ്തു. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സോങ് സെലക്ഷനും അതിൻ്റെ കൊറിയോഗ്രാഫിയും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രവികുമാർ സാറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇത്ര നല്ലൊരു കൊറിയോഗ്രാഫി അല്ലേ? പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ഉണർവായിരുന്നു. സോ താങ്ക് യു. വരൂ നിയാസിക മീര ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ജലമായിരുന്നു. ജലം 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 സൂപ്പർ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അപ്പൊ പതുക്കെ മഴ വരുന്നതും പിന്നെ മഴയുടെ ആ ഒരു ഇത് കൂടുന്നതും എല്ലാം ഭയങ്കര രസമായിരുന്നു. നന്നായി കളിച്ചു. അപ്പൊ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഇവിടെ വന്നതിലും പെർഫോം ചെയ്തതിലും ഒക്കെ. അപ്പൊ നമുക്കൊരു സമ്മാനം കൊടുക്കാം രണ്ടുപേർക്കും അല്ലേ? തീർച്ചയായിട്ടും. ജലം ജലം ജല ജലം ജലധൃക്കു ജലം ജല ജല ജലധിദധിം गिन्नतं जलं जलं जल जलं जलधृकु जलं जल जल जलधिदधिं गिन्नतं जलं जलं जल जलं जलधृकु जलं जल जल जलधिदधिं गिन्नतं जलं जलं
ജലം ജല ജലം ജലധൃക്കുജലം ജല ജല ജല